അൽനമ മെഡിക്കൽ സെന്റർ ഒമാനിയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബദർ അൽ സമ, മാർസ് ഹൈപ്പർ മാർക്കറ്റ്, ക്യൂൻസ് റെസ്റ്റോറൻറ്റ്, രാജീവ് ട്രാവൽ ആൻഡ് ടൂറിസം, തട്മു ട്രാവൽസ് ആൻഡ് ടൂർസ് ആൻഡ് ഗൾഫ് മാധ്യമം. മാന്യ പ്രേക്ഷകർക്ക് ഒമാനിയത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മസ്കറ്റിന് മറക്കാനാവാത്ത അരങ്ങൊരുക്കി ചെമ്മീൻ്റെ 50-ാം വാർഷികം അൽബുസ്ഥാൻ പാലസ് ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി. സുവർണ സിനിമ ചെമ്മീൻ്റെ 50-ാം വാർഷികാഘോഷം മസ്കറ്റിന് നൽകിയത് മറക്കാനാവാത്ത രാവായിരുന്നു. കറുത്തമ്മയ്ക്കും പരീക്കുട്ടിക്കുമൊപ്പം മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രണയാനുഭവം സമ്മാനിച്ച സിനിമയുടെ ഫ്രെയിമുകൾ അൽബുസ്ഥാൻ പാലസ് ഓഡിറ്റോറിയത്തിൽ മിന്നിമറഞ്ഞപ്പോൾ കാഴ്ചക്കാർക്ക് മലയാള സിനിമയുടെ സൂപ്പർ ഹിറ്റിൻ്റെ പുതുകാല അനുഭവമായി മാറി. JK ഫിലിംസിന് വേണ്ടി ജയകുമാർ വള്ളിക്കാവ് ഒരുക്കിയ വാർഷികാഘോഷത്തിൽ കറുത്തമ്മയ്ക്കും പരീക്കുട്ടിക്കും അഭ്രപാളിയിൽ ജീവൻ പകർന്ന മധുവിനും ഷീലയ്ക്കും പുറമെ കറുത്തമ്മയുടെ അനുജത്തി പഞ്ചമിയായി അഭിനയിച്ച ലതാരാജുവും ചടങ്ങിലെത്തിയിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ്, ദേശീയ അവാർഡ് നേടിയ ചിത്രം എന്നിങ്ങനെ ബഹുമതികൾ ഏറെയുള്ള സിനിമയുടെ സുവർണ ജൂബിലിക്കായി താരങ്ങൾ ഒരുമിക്കുന്നതും ഇതാദ്യമായാണ്. ചെമ്മീൻ സിനിമയെ ഇതിവൃത്തമാക്കി മസ്കറ്റ് ആർട്സ് അണിയിച്ചൊരുക്കിയ നാടകാവിഷ്കാരണത്തെ കാണികൾ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത്. മാധ്യമപ്രവർത്തകനായ മുഹമ്മദ് അലിയുടെ ആശയത്തിന് നാടക സംവിധായകൻ മഞ്ജുളൻ രംഗഭാഷ്യം പകർന്നപ്പോൾ മലയാള സിനിമയിൽ പരീക്കുട്ടിയെ അനശ്വരമാക്കിയ മധുവിന് പകരം വേദിയിൽ മസ്കറ്റ് ആർട്സിൻ്റെ റിജുറാം പരീക്കുട്ടിയായി അഭിനയിച്ച് തകർത്തു. കൂടാതെ ചെമ്മീനിലെ സിനിമാ ഗാനങ്ങളെ ആസ്പദമാക്കി രാജേഷ് മാസ്റ്റർ നൃത്തഭാഷ്യം നൽകിയ നൃത്താവിഷ്കാരവും പരിപാടിക്ക് മാറ്റുകൂട്ടി. മുൻകാലങ്ങളിൽ JK ഫിലിംസ് അണിയിച്ചൊരുക്കിയ ജയസന്ധ്യ, ശിവമണി ട്രോ എന്നിവ മസ്കറ്റിലെ മലയാളികൾക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ച JK ഫിലിംസിൻ്റെ ജയകുമാർ വള്ളിക്കാവ് ചരിത്ര സിനിമയുടെ ചരിത്ര നിമിഷങ്ങൾ മസ്കറ്റിലെ മലയാളികൾക്ക് സമ്മാനിച്ചത് ഒരു പുത്തൻ അനുഭവം തന്നെയായിരുന്നു. ചെമ്മീൻ അതിൻ്റെ 50-ാം വാർഷികം മസ്കറ്റിലെ മലയാളികൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. JK ഫിലിംസ് അവതരിപ്പിക്കുന്ന ചെമ്മീൻ 50 വർഷം ഗോൾഡൻ ജൂബിലി ഇയറിൻ്റെ ആഘോഷ രാവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്മീൻ എന്ന സിനിമ മലയാളികളെ സംബന്ധിച്ച് ആദ്യം അത് വിഖ്യാതമായിട്ടുള്ള നോവലായിട്ടാണ് നമ്മളെ മനസ്സിലെത്തുന്നത്. 1956 ഇതിഹാസകാരൻ തകഴി ശിവശങ്കരപ്പിള്ള
ഈ നോവൽ എഴുതുന്നത്. അതിന് 10 വർഷത്തിന് ശേഷമാണ് രാമു കാര്യാട്ട് എന്ന സാഹസികനായിട്ടുള്ള സംവിധായകൻ അത് ചലച്ചിത്രമാക്കുന്നത്. സാധാരണ അന്ന് സിനിമകളിൽ നടന്നിരുന്ന ഒരു ചിത്ര നിർമ്മാണ രീതിയോ ചലച്ചിത്രം രൂപം കൊണ്ടതോ ഒക്കെ അങ്ങനെയല്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലേക്ക് ഉയർന്നു പോവുകയും സിനിമയുടെ പുതിയ സങ്കല്പങ്ങൾ തീർക്കുകയും ചെയ്ത സിനിമയാണ് ചെമ്മീൻ. രാമു കാര്യാട്ട് ഇത് ആദ്യം ഒരു ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന നിലയിൽ ആലോചിച്ചതിന് ശേഷം നല്ലൊരു നിർമ്മാതാവായിട്ടുള്ള ബാബു സേഠിനെ കിട്ടുമ്പോൾ ഇത് കളറിൽ നിർമ്മിച്ചാൽ മാത്രമേ കടലിൻ്റെ സൗന്ദര്യം നമുക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ കഴിയൂ എന്ന തീരുമാനത്തിലാണ് ആ സിനിമയിലേക്ക് വന്നെത്തുന്നത്. Auspicious occasion celebrating the 50th anniversary of an iconic movie with iconic stars. I am here only to give my felicitation, and I congratulate Mr. Jayakumar, Mr. Muhammad Ali and everybody else involved in conceptualizing this event and bringing it to Muscat and bringing home, away from home, back home. I wish the function every success, and I hope every one of you have a enjoyable evening. Thank you very much. ശ്രീ ജയകുമാർ വള്ളിക്കാവ്, JK ഫിലിം സാരഥി. വളരെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൻ്റെ ഇതിഹാസമായ ചെമ്മീൻ സിനിമ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ JK ഫിലിംസ് കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. കേരളത്തിന് പുറത്തായാലും കേരളത്തിലായാലും ഇതുവരെ ആരും ചെയ്യാത്ത ഒരു പരിപാടിയാണ് ഞങ്ങളിവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. ശ്രീ OK മുഹമ്മദ് അലി ഈ ആശയവുമായി എന്നെ സമീപിച്ചപ്പോൾ 2 കൈകളും നീട്ടി ഞാൻ ഈ ആശയത്തെ സ്വീകരിക്കുകയായിരുന്നു. കാരണം ഇത് ഒരു ചരിത്ര മുഹൂർത്തമാകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ശ്രീ പത്മശ്രീ മധുസാറിനെയും ഷീല മാഡത്തിനെയും തിരുവനന്തപുരത്തും മദ്രാസിലും പോയി കാണുകയും അവരുടെ പൂർണ്ണ സമ്മതം വാങ്ങിക്കുകയും അവരുടെ ആശീർവാദങ്ങളോടുകൂടി ഈ ജൈത്രയാത്ര തുടങ്ങുകയായിരുന്നു. കഴിഞ്ഞ 3 മാസക്കാലമായി കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഈ സിനിമയിൽ ജീവിച്ചിരിക്കുന്നവരെയും ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നേരിൽ കാണാനും മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ അവരുടെ ആശീർവാദങ്ങളും വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയത്. ഇതിൻ്റെ ഭാഗമായി നാട്ടികയിൽ പോവുകയും ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരുടെയും ആശംസകളും അവരുടെ ഫീഡ്ബാക്കുകളും ഞങ്ങൾ എടുക്കുകയുണ്ടായി. ചരിത്രങ്ങൾ പലപ്പോഴും സിനിമകളാക്കാറുണ്ട്. ഒരു സിനിമ ചരിത്രമാവുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. 2 വർഷം മുമ്പ് ആണ് ഇത്തരമൊരു സങ്കല്പം എൻ്റെ മനസ്സിൽ കയറിക്കൂടിയത്. ഒരു സിനിമ കാണുമ്പോഴായിരുന്നു പെട്ടെന്ന് ഇത്തരം ഒരു സംഭവം ഓർത്ത്. ഈ സിനിമ റിലീസ് ചെയ്ത വർഷവും ഇതുവരെ ഏകദേശം അപ്പോൾ 48 കൊല്ലം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 2 കൊല്ലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും 50 വർഷം. ആ 50 വർഷത്തിൻ്റെ ഒരു ആഘോഷം എവിടെയെങ്കിലും നടക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത കറുത്തമ്മയെയും പരിക്കുട്ടിയെയും നേരിലൊന്ന് കാണുക എന്നൊരു മോഹം മാത്രമാണ് അന്നും ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഒരു 3 മാസം മുമ്പായിരിക്കണം ജയകുമാർ വള്ളിക്കാവുമായി ഒരു ദിവസം ഞാൻ ഇത്തരം ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നമുക്ക് വളരെ ഗംഭീരമാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചിന്തിച്ചത് ഇത്തരം ഈവൻ്റ് ഒരു പക്ഷേ നാട്ടിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും നടന്നേക്കാം. അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് മധുസാറോ ഷീല മാഡമോ ഇത്തരം ഒരു ഈവൻറ്റിന് ഒരുമിച്ച് ഒരിക്കൽ പോലും ഒരു വേദി പങ്കിട്ടിട്ടില്ല. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ, കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ, പോയി
മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ല് തരാമോ? പോണോരേ നിങ്ങൾ പോയി 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 വരുമ്പോൾ ചന്ദനത്തോണിയേറി പോണോരേ നിങ്ങൾ പോയി 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 വരുമ്പോൾ വെണ്ണീല പൊയ്കയിലെ വാവും നാളിലെ പൊൻപൂമീനിനെ കൊണ്ടു തരാമോ? മാനത്ത് പറക്കണ ചെമ്പരുന്തേ, മാനത്ത് പറക്കണ ചെമ്പരുന്തേ, മീനിന്നു മത്തിയോ ജമ്മീനോ, മീനിന്ന് മത്തിയോ ജമ്മീനോ. അർത്തുങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ, അർത്തുങ്കൽ പള്ളിയില് പെരുന്നാള് വന്നല്ലോ. ഒരു നല്ല കോരുതാ കടലമ്മേ, ഒരു നല്ല കോരുതാ കടലമ്മേ. ചെമ്മീൻ എന്ന കഥയിലെ ഒരു കഥാപാത്രം തന്നെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടതെല്ലാം കടലമ്മ തരുമെന്ന്. അത് സ്വാതന്ത്ര്യമാണ്, അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള വലിയൊരു ഐശ്വര്യമാണ്, ഭാഗ്യദേവതയാണ് കടൽ. അപ്പോൾ കടലിനെ കുറിച്ച് അങ്ങനെയുള്ള പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഒരു കഥ വികസിക്കുമ്പോൾ കരയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ദുരന്തമായിട്ടുള്ള കഥകളാണ് തകഴി നമ്മളോട് പറഞ്ഞത്. കഥകൾ, കഥാപാത്രങ്ങൾ, സംഭവങ്ങൾ, ആ സംഭവത്തിൻ്റെ വികാസങ്ങൾ, സിനിമ വികസിക്കുമ്പോൾ നാടകീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്ക് കോട്ടം വരുത്താതെയുള്ള ഹാസ്യരംഗങ്ങൾ, ഇവയെല്ലാം കൊണ്ട് ചെമ്മീൻ ഒരു ഉത്തമ ചിത്രമായി മാറുകയാണ് ഉണ്ടായത്. കാലം ഒത്തിരി കടന്നുപോയി, അതിലെ കഥാപാത്രങ്ങളും നടീനടന്മാരും അതിൻ്റെ സൃഷ്ടാക്കളും എല്ലാം മൺമറഞ്ഞു പോയി. പക്ഷേ മലയാളികൾക്കൊരു ഭാഗ്യമുണ്ട്. സമ്പന്നമാകാതെ പോയ, സമ്പൂർണമാകാതെ പോയ ഒരു പ്രണയകഥയിലെ കഥാനായകനും നായികയും നമ്മോടൊപ്പം ഈ ഭൂമിയിൽ ഇന്നും വസിക്കുന്നു, അവർ നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ആ സൗഭാഗ്യം നമ്മൾ പങ്കിടുന്നു. ലോകത്തൊരു ഒരു ചലച്ചിത്രവും 50 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം അതിൻ്റെ കഥാനായകനോ നായികയോ ജീവിച്ചിരുന്നതായി ചരിത്രമില്ല. അത് നൽകുവാൻ കാരണം കടലമ്മയുടെ അനുഗ്രഹമാണ്, അമ്മയുടെ അനുഗ്രഹമാണ്, മലയാളിയുടെ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദ ലെജൻഡ്സ് എന്ന് പറയുന്ന മധുസാറിൻ്റെയും ഷീലയും വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. പരീക്കുട്ടി എന്ന കഥാപാത്രത്തിൻ്റെ ഒരു സഹതപിക്കുന്ന മനസ്സ് ഉണ്ടെങ്കിലും ആ കഥാപാത്രം എല്ലാം നിഷേധിക്കുന്നയാളാണ്, തെറ്റുകൾ വരുത്തുന്നയാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്നത് തീർച്ചയായിട്ടും ആ കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുമ്പോഴത്തേക്കും ചർച്ച ചെയ്തിരിക്കും. എന്താണ് കാര്യാട്ട് സാറ് അങ്ങയോട് പറഞ്ഞത്? കാര്യാട്ട് സാറ് ഒരുപക്ഷെ എന്നെ മനസ്സിലാക്കിയിട്ട് ഇയാളെ കഥാപാത്രം ചെയ്യും എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കും എന്നെ എടുത്തത്. ഞങ്ങൾ തമ്മിൽ അതിനെക്കുറിച്ച് അധികം ഡിസ്കഷൻ്റെ ആവശ്യം വന്നില്ല. കാരണം തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് തോന്നിയിരിക്കുമായിരിക്കാം അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ച ട്രാക്കിൽ കൂടെ തന്നെയാണ് ഞാൻ പോകുന്നതെന്ന്. ഒന്നാമത് ഈ നോവൽ
വളരെ അധികം പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് അഭിനയിക്കുന്നതിന് മുമ്പ് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു നോവലും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കഥാപാത്രവുമാണൊരു എന്തോ ചെറുപ്പത്തിലെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്തെ വായിച്ചതാണ് ചെമ്മീൻ എന്ന നോവൽ തകഴിച്ചേട്ടൻ്റെ. അപ്പോൾ തന്നെ മനസ്സിൻ്റെ അകത്ത് ഈ പരീക്കുട്ടി കുടിയേറിയിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കാര്യാട്ട് സാറിന് എന്നെ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല എന്നെ പരീക്കുട്ടിയാക്കാനും തോന്നുന്നു. ഞങ്ങൾക്ക് അധികം ഡിസ്കസ് ചെയ്യേണ്ടിയും വന്നിട്ടില്ല. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം ഏതായിരുന്നു അതിൽ? പരീക്കുട്ടി പ്രതിനിധീകരിച്ച രംഗമല്ല, അല്ലാതെ തന്നെ സാറിന് ഏറ്റവും ചെമ്മീൻ എന്ന സിനിമയുടെ ആ രംഗം ഒരിക്കലും മനസ്സിൽ നിന്ന് മായുന്നില്ല എന്ന് പറയുന്ന രംഗം ഏതാണ്? രംഗം ഞാൻ പ്രത്യേകം ഒരു രംഗത്തെ എനിക്ക് പറയാൻ സാധ്യമല്ല. കാരണം എല്ലാ രംഗങ്ങളും എനിക്കിഷ്ടമാണ്. ഞാൻ അഭിനയിച്ച ഇത് മാത്രമല്ല, ഷീലയുടെ സഹകരണം, ഡയറക്ടറുടെ ഞങ്ങളോടുള്ള സമീപനം, ഇതിനൊക്കെ പുറമെ മാർക്കസ് ബാർട്ട്ലി എന്ന് പറയുന്ന ക്യാമറാമാൻ ഞങ്ങളെ വെച്ചിങ്ങനെ എന്തോ ഒരു സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു ഒരു ഇത് മനസ്സിലുണ്ടാക്കി. എന്തോ വലിയൊരു സൃഷ്ടി നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടി ഞങ്ങൾക്ക് തന്നെ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ട് ചെയ്യാനുള്ള പ്രചോദനം കിട്ടിയെന്നുള്ള സത്യമാണ്. അപ്പോൾ ആകെ അതൊരു എന്താ പറയുക, ഒരു നല്ലൊരു ക്രിയേഷൻ്റെ അന്തരീക്ഷമായിരുന്നു. ഈ പാട്ടിൻ്റെ കാര്യത്തിൽ സാറ് ഇപ്പോൾ പ്രിയ തൊട്ടിങ്ങോട്ട്, സാറ് സിന്ദൂരച്ചപ്പായാലും തീക്കനലായാലും അങ്ങനെയുള്ള സിനിമകളിലെ പാട്ടുകൾക്ക് സാറ് സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ പോലും വളരെയധികം ഒരു താല്പര്യത്തോടുകൂടി ശ്രദ്ധ കൊടുക്കാറുണ്ട്. ചെമ്മീനിൻ്റെ പാട്ടുകൾ ഒരു പുതിയ തരംഗമാണ് സൃഷ്ടിച്ച. ആ കാലത്തെ ഒരു ചർച്ചയും അതിനെക്കുറിച്ചിട്ടുള്ളൊരു ആഹ്ലാദമൊക്കെ എങ്ങനെയായിരുന്നു? ഒന്നാമത് നാം ഇവിടെ ഇവിടെ ഒരു ഏതാണ്ട് ഗ്രൂപ്പ് ഡാൻസ് പോലെ കേട്ട പാട്ടുകളെല്ലാം മണ്ണുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്, കടപ്പുറവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്, മനുഷ്യരുമായിട്ട്, കടപ്പുറത്ത് താമസിക്കുന്ന മനുഷ്യരുമായിട്ട് ബന്ധമുള്ളതാണ്. ഈ സിനിമയിലെ കഥയുമായിട്ട്, ചെമ്മീൻ എന്ന നോവലുമായിട്ട് ബന്ധമുള്ളതാണ്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, എന്നെയും കൂടി അത്ഭുതപ്പെടുത്തിയത് മാനസമേനേ വരൂ എന്ന പാട്ടാണ്. ആ പാട്ട് ആദ്യമായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. അതെ, തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ച പാട്ട് കേട്ടപ്പോൾ അയ്യോ, എൻ്റെ മനസ്സിൽ തോന്നി ഈ പാട്ടിങ്ങനെ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണം കേട്ട് ആളുകൾ പോവില്ലേ എന്നെനിക്ക് സംശയം തോന്നിപ്പോയി. കാരണം അത്ര ഉച്ചാരണ അശുദ്ധിയുള്ള ഒരു പാട്ടാണ്. പക്ഷെ പടം റിലീസ് ചെയ്തപ്പോൾ മനസ്സിലായി പാട്ടിന് ഭാഷയോ ശുദ്ധിയോ അശുദ്ധിയോ അല്ല, ഫീലിംഗ് ആണ്. പാടുന്ന ആളിൻ്റെ ഉള്ളിലുള്ള വികാരമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് തോന്നുന്നു. ഈ മാനസമേനെ വളരെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി പാടാൻ നമ്മുടെ പല ഗായകരും ശ്രമിച്ചിട്ടുണ്ട്. ചിലർക്ക് സ്റ്റേജിൽ നിന്ന് പകുതിയാകുമ്പോൾ പാട്ട് നിർത്തേണ്ടി വന്നിട്ടുണ്ട്, ആ റേഞ്ചിൽ പോകാൻ സാധിക്കാത്ത കാരണം. എൻ്റെ കണ്ണേ മുമ്പ് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആ പാട്ട് മറ്റുള്ളവർ പാടിയത് ഉച്ചാരണ ശുദ്ധിയോടുകൂടി വളരെ മനോഹരമായി നന്നായിട്ട് പാടാനുള്ള പല ചെറുപ്പക്കാരും പാടി. ആ പാട്ട് എന്തുകൊണ്ട് നാം ഇപ്പോഴും എങ്ങും കേൾക്കുന്നില്ല? ഇപ്പോഴും മന്നാടയുടെ മാനസമേനയാണല്ലോ കേൾക്കുന്നത്. അത് ഭാഷ അല്ല, അതിലും ഉപരിയാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ വികാരം, ഫീലിംഗ് എന്ന് പറയുന്നത്. ഫീലിംഗ് ഭാഷയെക്കാളും വളരെ വലുതാണെന്ന് സ്ഥാപിച്ച ഒരു പാട്ടാണ് മാനസമേനെ. മാനസമേനെ വരൂ മധുരം നുല്ലേ തരൂ നിന്നരുമ പോവാടിയല്ലി തേടുവ താരേ മുത്ത് പതിച്ചൊരു ഉടുക്കാൻ കസവിട്ട കള്ളിമുണ്ട് നടക്കാൻ മെതിയടി. ോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ഞങ്ങൾ കേരളത്തിലുള്ളവരാണ്, അവിടെ നിന്ന് വന്നിരിക്കുകയാണ് ഞങ്ങൾ. ചെമ്മീൻ 50ാമത് വർഷം ഇതുവരയ്ക്കും അവിടെ നടത്തിയിട്ടില്ല, ആരും നടത്തിയിട്ടില്ല. വാസ്തവത്തിൽ ഇത്രയും നല്ല മനുഷ്യരായ നിങ്ങളാണ് ആദ്യമായിട്ട് ചെമ്മീൻ 50ാമത് വർഷം ഞങ്ങൾ രണ്ടുപേരും കൂടി നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിർത്തി ഇത് നടത്തിയത്. ഇത് എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് മറക്കാനൊക്കാത്ത ഒരു ഓർമ്മയാണ്.
ഓരോ പെൺമണിയോടെ ഓർമ്മയിൽ മുലുകെ ഉറങ്ങത്തരാവുകളുണ്ടോ. Freshness all around, there's a whole lot of love. Smiling faces, there's a whole lot of joy. Feel the difference, magic in the air. Feel the difference, children having fun. Moments are beautiful. Mars Hypermarkets and Shopping Center, south of the Oman. Feel the difference. I can wait to hold you close by. I can see the world in your hands, see you growing all the way. You are the sun in my eyes, grow all the way. Na 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 na, na 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 na, grow all the way. Na 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 na, na na na. Your world is in our hands. Na 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 na, na na na. Your world is in our hands. Care is divine. We promote it with a heart. Badr Al Samad Group of Hospitals. Modern healthcare, human care. സംസ്കാരങ്ങളുടെ സംഗമം, രുചിഭേദങ്ങളുടെ സമന്വയം. ചൈനീസ്, ഇന്ത്യൻ, ടർക്കിഷ്, അറബിക് വിഭവങ്ങളുടെ വൈവിധ്യസമ്പൂർണമായ കലവറ. 14 വർഷം പിന്നിട്ട പാചക നൈപുണ്യത്തിന്റെ ഇതിഹാസം. ക്വീൻസ് റെസ്റ്റോറന്റ്, അൽക്വയർ, മസ്കറ്റ്. നിങ്ങളുടെ മൊബൈൽ ഫോണിന് ആവശ്യമായ സാധനങ്ങൾ ഒരു കുടക്കീഴിൽ. മൈക്രോ ലൈൻ, റൂവി, മസ്കറ്റ്. എല്ലാത്തരം മൊബൈൽ ഫോൺ അക്സസറീസും മിതമായ വിലയിൽ. മൈക്രോ ലൈൻ, റൂവി, മസ്കറ്റ്. മൈക്രോ ലൈൻ, റൂവി, മസ്കറ്റ്. തഡ്മൂർ ട്രാവൽ ആൻഡ് ടൂർ. ലോകത്തെവിടെയുമുള്ള വിമാന ടിക്കറ്റ് മിതമായ നിരക്കിൽ. തഡ്മൂർ ട്രാവൽ ആൻഡ് ടൂർസ്, മവാസലാത്ത് ബസ് സ്റ്റാൻഡിന് സമീപം, റൂവി. ടെലിഫോൺ 24798555. ബ്രാഞ്ച് റൂവി ഹൈ സ്ട്രീറ്റ്, ബാങ്ക് മസ്കറ്റിന് സമീപം. ടെലിഫോൺ 24830685. തഡ്മൂർ ട്രാവൽ ആൻഡ് ടൂർസ്. കൊച്ചു കൊച്ചു കുസൃതികൾ. അവൻ അടുത്തുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അവൻ മാത്രമല്ല, കുടുംബത്തിൽ എല്ലാവരും ചേരുമ്പോൾ നിമിഷങ്ങൾ ഓരോന്നും ആഘോഷമാണ്. എന്തിനും ഏതിനും എനിക്കെന്റെ കുടുംബമുണ്ട്. മാധ്യമം കുടുംബം കൂടെയുണ്ട്. മാസ് ചാറ്റ് ആൻഡ് വിൻ ഷോയിലോട്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ റിഹ രാജേഷ്. അന്ന് പ്രോമിസ് ചെയ്തല്ലോ ഞാൻ വരും കുറേ കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഞാൻ വന്നു. ഇനി നമുക്ക് കുറച്ച് ഫാമിലീസിൻ്റെ അടുത്ത് പോവാം. Mars Hypermarket Barka, Oman. ഹലോ, ജിതിൻ. ഐശ്വര്യ. ഓക്കെ, എത്ര വർഷമായി മസ്കറ്റിൽ? 5 കൊല്ലം. ഞാൻ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ മാസിൽ വരാറുണ്ടോ ഫ്രീക്വൻ്റ്ലി? ഉണ്ട് ഉണ്ട്. എന്താണ് മാസിനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ആവശ്യപ്പെട്ട സാധനങ്ങൾ പെട്ടെന്ന് കിട്ടും, എല്ലാം സൗകര്യമുണ്ട്, നല്ലൊരു ഇതാണ്. ഞാനിപ്പോൾ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ന്യൂസ് കാണാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ന്യൂസിൻ്റെ ഫുൾ ഫോം എന്താണ്? അറിയത്തില്ല. ഓക്കെ, ഐ എം വെരി സോറി. താങ്ക് യു ഫോർ അറ്റംപ്റ്റിംഗ്. Mars Hypermarket Barka, Oman. ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഫാമിലി. ഹലോ. ഹായ്. പേര്? രാജിമോൻ. രേണു. ഓക്കെ, എത്ര വർഷമായിട്ട് അങ്കിൾ ഇവിടെ? 14 years. 14 years. മാസിൽ വരാറുണ്ടോ? റെഗുലർ വിസിറ്റ്.
എന്താണ് അഭിപ്രായം മാസിനെ കുറിച്ചുള്ളൊരു? നല്ല അഭിപ്രായം. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ന്യൂസ് കാണുന്ന ആൾക്കാർ കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ ന്യൂസ് കാണുന്ന ആരാ? ന്യൂസിൻ്റെ ഫുൾ ഫോം? ന്യൂസിൻ്റെ ഫുൾ ഫോം അറിയില്ല. സോറി, ടൈം. Very sorry, you can try next time. Thank you so much. Mars Hypermarket Barka, Oman. ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഫാമിലി. നമുക്ക് പരിചയപ്പെടാം. ഹലോ അങ്കിൾ. ഹലോ ആൻറ്റി. ഹലോ. അങ്കിളുടെ പേര്? നിജൂം ഷാ. നസീഹ. ഐഹാം. ഐന. ഓക്കെ, അപ്പോൾ എവിടെയാണ് അങ്കിൾ വർക്ക് ചെയ്യുന്നത്? ഞാൻ അൽസി ട്രേഡിംഗ് കമ്പനി. എത്ര വർഷമായി? ടോട്ടലി 5 years. മാസിൽ ഫ്രീക്വൻ്റ്ലി വരാറുണ്ടോ? വരാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ ഏതാണ് ആൻറ്റിക്ക് ഇവിടുത്തെ? എല്ലാ സെക്ഷനും ഓൾമോസ്റ്റ്. ന്യൂസ് ഒക്കെ കാണാറുണ്ടോ? വീട്ടിൽ ഏറ്റവും കൂടുതൽ ന്യൂസ് കാണുന്ന ആരാ? എല്ലാവരും കാണും അല്ലേ? ന്യൂസിൻ്റെ ഫുൾ ഫോം? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. ഇന്നത്തെ നമ്മളെ വിന്നർ നുജും ഷാ ആൻഡ് ഫാമിലി. ഇപ്പോൾ മിസ്റ്റർ ഷംഷീർ is going to present the gift to the family. അപ്പം congratulations. Mars Hypermarket Barka, Oman. ഞാൻ ആക്ച്വലി നോക്കുമായിരുന്നു, ഇവിടെ തണ്ടർ ഓഫർ അല്ലേ, അപ്പോൾ 50% സെയിൽ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വെറുതെ നോക്കുമായിരുന്നു. എന്തായാലും ഇന്ന് 3 ഫാമിലിനോട് ചോദിച്ചു, പക്ഷേ അതിൽ ഒരു ഫാമിലി മാത്രമേ ഉത്തരം പറഞ്ഞുള്ളൂ. ഉത്തരം ഇതാണ്: നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. കുഴപ്പമില്ല, നിങ്ങളെല്ലാവരും ന്യൂസ് കാണുന്നവരാണ്, പക്ഷേ ഇതിൻ്റെ ഇൻഫർമേഷൻ എന്തായാലും മനസ്സിൽ വെക്കണം. സൈനിങ് ഓഫ് ബൈ റിഹ രാജേഷ്. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: JK Films and Music, നിയർ അൽമഹ പെട്രോൾ സ്റ്റേഷൻ, വാദി കബീർ. ടെലിഫോൺ 248-1200. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത ആഴ്ച പുതുമയാർന്ന പരിപാടികളുമായി വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.